ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാനും തമ്മിലൊരു വിവാദം ഉണ്ടായിരുന്നു. 4/1/24 എൻ്റെ കയ്യിൽ നിന്ന് ഭൂമി തരാമെന്ന് പറഞ്ഞൊരു 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അതൊക്കെ നിഷേധിച്ചെങ്കിലും 8/4/26 അതായത് ഇലക്ഷൻ 2 ദിവസം മുമ്പ് 7/4/26 ഇലക്ഷന് 2 ദിവസം മുമ്പ് ഒരു ഹരിമേനോ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ 10 ലക്ഷം രൂപ പാലക്കാട് നിന്ന് അയച്ചു തന്നു. അതിന് ശോഭാ സുരേന്ദ്രനോട് എനിക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന ചെറ്റത്തരമാണ് എനിക്ക് അവരോടുള്ള എതിർപ്പ്. കാരണം ഒരു ബന്ധവും അവർക്ക് ഇ പി ജയരാജന് വേണ്ടി ഉണ്ടായില്ല. അവർ ഇ പി ജയരാജനെ കണ്ടെന്നും ഇ പി ജയരാജനെ BJPയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും അവർ ആരോപണം പറഞ്ഞിരുന്നു. അത് തികച്ചും തെറ്റാണ്. കാരണം അവരൊരിക്കലും ബന്ധപ്പെടാത്തതാണ്. ഇപ്പം അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അത് സംബന്ധിച്ച് ഇ പി ജയരാജൻ ഫയൽ ചെയ്ത കേസ് തലശ്ശേരിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ പോണെയാണ്. കാരണം ശോഭാ സുരേന്ദ്രന്റെ അധിക്ഷേപം സംബന്ധിച്ച് ഇ പി ജയരാജൻ കൊടുത്ത കേസ്. ശോഭാ സുരേന്ദ്രൻ ഞാൻ അന്ന് നടത്തിയ പത്രസമ്മേളനത്തിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ് ഒരു കേസ് അമ്പലപ്പുഴയെ കൊടുക്കുകയും അത് അമ്പലപ്പുഴ പോലീസ് ചാർജ് ഷീറ്റ് നൽകുകയും JFCM അമ്പലപ്പുഴ കോടതിയിൽ CC 979/24 അത് ഞാൻ വിചാരണ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്താണ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഞാൻ അധിക്ഷേപം ഉന്നയിച്ചെന്ന് പറഞ്ഞു. ഏതാണ് അധിക്ഷേപം ഉന്നയിച്ചതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തൊരു കാര്യം, ഇവരൊരു നിഷ്കളങ്കയായ സ്ത്രീയാണ്. ഇവരെനിക്ക് അടുത്തറിയാവുന്നവരൊക്കെ. ഇപ്പം അവർ വോട്ടിന് നോട്ട് കൊടുത്ത് വിവാദത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ശരിക്കും ആരോ അവരെ കൊണ്ട് പെടുത്തുന്നതാണ്. കാരണം എടുത്തുചാട്ടക്കാരിയാണ് അവർ. ഒരിക്കലും തനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എടുത്തുചാട്ടക്കാരിയാണ്. പക്ഷേ അവരുടെ നിഷ്കളങ്കതയും അതുപോലെ അവർ എനിക്ക് പണം തിരിച്ചു തരാൻ ഒരു മീഡിയേറ്റർ വഴി എന്നെ സമീപിച്ച് സമയബന്ധിതമായി ഇലക്ഷൻ മുമ്പ് തന്നതിൽ പ്രത്യേകം നന്ദിയുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. ആദ്യം മീഡിയേറ്റർ എന്നെ വിളിച്ചു, 3-4 തവണ എന്നെ വിളിച്ചു. വന്നില്ല, ഞാൻ ഡൽഹിയിലായിരുന്നു. എന്നോട് ചോദിച്ചാൽ പണം തിരിച്ചു തരാം, ഏത് അക്കൗണ്ടിൽ അടക്കേണ്ടത്. ഞാൻ കൊടുത്ത അക്കൗണ്ട് ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ SBI അക്കൗണ്ടിലേക്ക് 10 ലക്ഷം കൊടുത്തത്. അതേ അക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. അതേ അക്കൗണ്ട് തന്നെ കൊടുത്തു. അക്കൗണ്ട് എൻ്റെ ഇന്ന് വാട്സപ്പ് ചെയ്ത് വാങ്ങിച്ചു. അക്കൗണ്ട് വാട്സപ്പ് ചെയ്തതിന് മേടിച്ചതിന് ശേഷം ഞാനൊരു ഫോളോ അപ്പ് നടത്തിയില്ല. എന്നെ വിളിച്ചു പറഞ്ഞു ആ പണം തിരിച്ചയക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ഹരി മേനോൻ എന്ന പേരിൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് എൻ്റെ 10 ലക്ഷം രൂപ തിരിച്ചും തന്നു. അത് ശോഭാ സുരേന്ദ്രനോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ശോഭാ സുരേന്ദ്രനോട് സംസാരിച്ചിട്ടില്ല. ആര്? അല്ല, പണം വാങ്ങിയിട്ടില്ലെന്ന് എങ്ങനെയാ പറയണ? ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ശോഭാ സുരേന്ദ്രന്റെ SBI അക്കൗണ്ടിലേക്കാണ് കൊടുത്തത്. എങ്ങനെ നിഷേധിക്കാൻ പറ്റും ശോഭാ സുരേന്ദ്രന്? ത്രൂ അക്കൗണ്ടാണ് എന്റെ ട്രാൻസാക്ഷൻ, ഭൂമിക്ക് വേണ്ടിയിട്ട്, ക്യാഷ് അല്ല. ഏത്? നോ. അന്ന് ഞാൻ കൊടുത്തത് ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക്. അരിമേനോ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ അല്ലല്ല, അന്ന് ഞാൻ പണം കൊടുത്തത് ശോഭാ സുരേന്ദ്രന്, എനിക്ക് അരിമേനോനെ അറിയില്ല, നേരിട്ട് അക്കൗണ്ടിലേക്ക്. 4/1/24 ശോഭാ സുരേന്ദ്രന്റെ SBI അക്കൗണ്ടിലേക്ക്. ഓക്കെ, എനിക്ക് പണം തന്നത് പാലക്കാട് നിന്നൊരു അരിമേനോൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. അതിനു മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് പണം വരും, അത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണെന്ന്. ഇനി അല്ലെങ്കിലും എനിക്ക് വിരോധമില്ല, നിശ്ചയിച്ചാൽ തിരിച്ചു കൊടുക്കും. നിയമപ്രകാരം ശോഭാ സുരേന്ദ്രൻ തന്ന പണമല്ലെന്ന് സ്ഥാപിക്കാനായിരിക്കും. പിന്നെ ഒരാൾ സൗജന്യമായിട്ട് എനിക്ക് വിളിച്ച് 10 ലക്ഷം രൂപ തരുമോ? ചിലപ്പോൾ ഇനി അത് അവരുടെ വ്യാഖ്യാനിക്കപ്പെടേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിയമപരമായത് നിലനിൽക്കൂല. കാരണം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തത് ശോഭാ സുരേന്ദ്രനാണ്. എനിക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന പേരിൽ തിരികെ തന്നത് ഒരു അരിമേനോനിൽ നിന്നാണ്. മനസ്സിലായ? അരിമേനോൻ UTR നമ്പർ ആദ്യം അയച്ചു തന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ പണവും ക്രെഡിറ്റ് ആയി. ഞാൻ ഒഴിച്ചില്ല. എനിക്ക് എൻ്റെ ആവശ്യം എന്തിനാ? ഞാനതിന്റെ വാങ്ങൂലല്ലോ. നാളെ ഒരു ആരോപണം വരികയോ എന്നെ ട്രാപ്പ് ചെയ്യുകയോ ചെയ്താൽ അതോറിറ്റികൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ പോരെ? പിന്നെ എന്നെ സമീപിച്ച മീഡിയേറ്റർ ക്രെഡിബിലിറ്റി ഉള്ള ആളാണ്. അധികം എനിക്കൊരു മെസ്സേജ് അയച്ചു, ശോഭാ സുരേന്ദ്രന്റെ പണം തിരിച്ചു തരികയാണ്, അവർക്കെതിരെ യാതൊരു പത്രസമ്മേളനമോ നടപടി സ്വീകരിക്കാൻ. എനിക്കൊരു നടപടിയില്ല അവർക്കെതിരെ.
അവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹോം മിനിസ്റ്റർ ഒഴിച്ചുള്ള എല്ലാ പോസ്റ്റുകളും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും. കാരണം BJPയുടെ നേതാവാണല്ലോ അവർ. പ്രൈം മിനിസ്റ്റർ വേക്കൻസി ഇല്ല, പ്രസിഡന്റ് വേക്കൻസി ഇല്ല, ഹോം മിനിസ്റ്റർ ഒഴിഞ്ഞു കിട്ടൂല, ബാക്കിയെല്ലാം. അപ്പൊ അങ്ങനെ ചില ആരോപണങ്ങൾ ഇപ്പുണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി സത്യസന്ധമായല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കും. അതെ, ഭൂമി തരാന്ന് പറഞ്ഞു. അന്ന് ഭൂമി തരാന്ന് പറഞ്ഞു. ഭൂമിയുടെ ആധാരവും തന്ന്, കോപ്പിയും തന്ന്, ഞാൻ ആ ഭൂമി സന്ദർശിക്കാൻ ചെന്നപ്പോൾ എനിക്ക് മുമ്പ് 2 പേരോട് അഡ്വാൻസ് മേടിച്ച ഒരു ഭൂമി പരിശോധിക്കാനായിട്ട് ഞാൻ തിരിച്ചും പോന്നു. അപ്പൊ ഞാൻ 3ാമനായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുമ്പോൾ ഞാൻ നമ്പർ 3, അതിനിപ്പോ 1, 2 ഉണ്ട്. അപ്പൊ സീനിയോറിറ്റിയിൽ ഞാൻ 3ആണ്. ഞാൻ തിരിച്ചു പോന്നു. ഞങ്ങൾ തമ്മിൽ ഈ സാമ്പത്തികമേ ഉള്ളൂ, വേറെ സാമ്പത്തികം ഇതേ ഉള്ളൂ. അല്ല, അവർ തന്നതിന് നന്ദിയുണ്ട്, തരാനുള്ള മനസ്സ് കാണിച്ചല്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല, ആ സ്ത്രീ നിഷ്കളങ്കതയുള്ള സ്ത്രീയാണ്. എനിക്ക് അവരെ അടുത്തറിയാം. എൻ്റെ വീട്ടിൽ വരും, എന്നോട് കുടുംബമായ അടുപ്പമുള്ളവരാണ്, നല്ലവരാണ്. പക്ഷേ എടുത്തു ചാടി ഇപ്പൊ കുടുങ്ങിയ കണ്ട. ഒരിക്കലും അവർ കാണാത്ത EP ജയരാജനെ കണ്ടു എന്ന് പറയുന്നു. ഞാൻ ചലഞ്ച് ചെയ്യാണ്. അവരെ അടുത്തിരുത്ത്, ഒരു ഡിബേറ്റിന് അവർ തയ്യാറാണ്. കണ്ടിട്ട് പോലുമില്ല അവർ EP ജയരാജന. ഞാൻ EP ജയരാജനെ സപ്പോർട്ട് ചെയ്യല്ല. ആ EP ജയരാജനെ കണ്ടത് ജാവദേക്കർ മാത്രം. ശോഭാ സുരേന്ദ്രൻ വഴി തെറ്റി രാമയിലെത്തി വന്നു മണത്ത്, എങ്ങനെ അറിഞ്ഞു? പക്ഷേ ശോഭാ സുരേന്ദ്രൻ വഴി തെറ്റിപ്പോയത് ഗോവിന്ദ മാഷിന്റെ മുറിയിലേക്കാണ് ജാഥക്കിടയിൽ, അല്ലാണ്ട് EP ജയരാജന്റെ അടുത്തേക്കല്ല. EP ജയരാജൻ ഒരു മുറിയിലുണ്ട് രാമലയത്തിൽ ജാഥ. ഗോവിന്ദ മാഷുണ്ട്, മന്ത്രി അന്നത്തെ രാധാകൃഷ്ണൻ ഉണ്ട്, അവരടുത്തടുത്താണ്. ശോഭാ സുരേന്ദ്രൻ എങ്ങനെയോ അവിടെ ഇദ്ദേഹം ജാവദേക്കർ എത്തിയെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. വന്ന് ശോഭാ സുരേന്ദ്രൻ എല്ലാ മുറിയും പരിധി ആരൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ആ ശോഭാ സുരേന്ദ്രൻ ഒരു വീട്, ശോഭാ സുരേന്ദ്രൻ ഒരു മുറി കയറി ഇരിക്കണുണ്ട്. അല്ലാതെ ഞാൻ 100% പറയുന്നു. ഇപ്പൊ കേസ് നടക്കുകയല്ലേ, കേസിൽ ശോഭയ്ക്ക് വരാൻ പോണ ഡാമേജ് കണ്ടോ? ഇപ്പൊ എനിക്കെതിരെ K. സുരേന്ദ്രനും അനിൽ ആന്റണിയും ഞാൻ വിഗ്രഹം മോഷ്ടാവെന്ന് പറഞ്ഞു. ഞാൻ ഡിഫർമേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യമായി എങ്ങനെയാണ് ഡിഫർമേഷൻ കേസ് രാഹുൽ ഗാന്ധിക്ക് ശേഷം കേരളത്തിൽ നടക്കണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. രാഹുൽ ഗാന്ധിയാണല്ലോ ഡിഫർമേഷൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. എന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക. ഒരു ആദരവല്ല ഏത് സുരേന്ദ്രനും അനിൽ ആന്റണിയും. നമ്മൾ വിട്ടുവീഴ്ചയ്ക്കൊന്നുമില്ല. നമ്മൾ അതിന്റെ ഭാഗം എത്തുമ്പോൾ പറയും. 10 ലക്ഷം 12 എന്നൊന്നും പറയരുത്. ആ പരാതി ഉണ്ടല്ലോ, അത് സംബന്ധിച്ച് പാലായിട്ടത്, അത് സംബന്ധിച്ച് കേസ് നിൽപ്പുണ്ട്. അവരെ സ്പെഷ്യൽ ടീം വെച്ച് അന്വേഷിക്കണം എന്നുള്ളതിന്റെ പരാതി ഞാൻ കേസ് പിൻവലിക്കാണ്ട് പറ്റൂല്ലോ. അല്ല, പിൻവലിക്കണമെങ്കിൽ മുമ്പ് ഞാനിപ്പോൾ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യും. അരി മേനോൻ ബിഹാഫ് ഓഫ് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ എനിക്ക് തന്നു. അപ്പൊ ശോഭ അതിനകത്ത് കക്ഷിയാണ്. അപ്പൊ കോടതി ശോഭയോട് ചോദിക്കും, ഓക്കെ ആണെന്ന് കേസ് ഞാൻ ക്ലോസ് ചെയ്യും. അല്ലാണ്ട് ചെയ്താൽ ചിലപ്പോൾ ഞാൻ മണ്ടനാവും.